കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല ലേഖനത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് വീക്ഷണം എം ഡി ജെയ്സൺ ജോസഫ് എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും എം ഡി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുള്ള വീക്ഷണത്തിലെ എഡിറ്റോറിയൽ തിരുത്താൻ ആവശ്യപ്പെട്ടുവെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. പാർട്ടി മുഖപത്രത്തിൽ അത്തരത്തിലൊരു ലേഖനം വരാൻ പാടില്ലായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആദ്യം സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക്. പാർട്ടിയുടെ തീരുമാനത്തിനും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടി പത്രത്തിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് സണ്ണി ജോസഫോ VD സതീശനോ ഒറ്റയ്ക്കല്ല, 100% നേതാക്കന്മാരുടെ സമ്മതത്തോടെ എടുത്ത തീരുമാനമാണ്. വിവരങ്ങൾ നൽകും മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഈ പാർട്ടിയും പത്രവും പൂർണ്ണമായും ഈ ലേഖനം തള്ളുകയാണല്ലേ? തീർച്ചയായും ദിൽന, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ മുഖം നോക്കാതെ നടപടി അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിനടക്കം സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം പാർട്ടി നേതൃത്വം ആവർത്തിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വീക്ഷണം പത്രത്തിൽ ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ ഒരു എഡിറ്റോറിയൽ വരുന്നത്. ആ എഡിറ്റോറിയൽ പ്രധാനമായും ഇതൊരു വ്യാജ ലൈംഗികാരോപണമാണ്, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള CPM-ന്റെ തന്ത്രമാണ് ഈ ഒരു വ്യാജ ലൈംഗിക ആരോപണം എന്നുള്ളതാണ് പ്രധാനമായും ഈ എഡിറ്റോറിയൽ പറയുന്നത്. അതുപോലെ തന്നെ CPM മാലിന്യത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു രക്ഷപ്പെടാനുള്ള തന്ത്രമായി മാത്രം ഈ ഒരു ആരോപണത്തെ കണ്ടാൽ മതി, രാഹുൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, മുന്നോട്ട് വരൂ എന്നുള്ള രീതിയിലായിരുന്നു ഈ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് നേതാക്കളൊക്കെ തള്ളുകയാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ വീക്ഷണത്തിന്റെ MD പറയുന്നത് ഇതിലൊരു ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ളതാണ്. എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാടല്ലാത്ത ചില ഭാഗങ്ങൾ ഈ എഡിറ്റോറിയലിൽ വന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ വീക്ഷണത്തിന്റെ MD ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് മുഖപത്രത്തിൽ വരാൻ പാടില്ലാത്ത ഒരു കാര്യം, അത് പാർട്ടി നേതൃത്വം ഒന്നടങ്കം രാഹുലിനെ എതിർക്കുമ്പോഴും അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പറയുമ്പോഴും ഒരു പാർട്ടി മുഖപത്രത്തിൽ ഇന്ന് വരാൻ പാടില്ലാത്ത ഒരു എഡിറ്റോറിയൽ ആയിരുന്നു വന്നത് എന്നുള്ളത് തന്നെയാണ് നേതൃനിരയിലുള്ള എല്ലാവരും പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അതിൽ പറയുന്നത് ഇതിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട്, അതിലൊരു വിശദീകരണം തേടുമെന്ന് തന്നെയാണ് സണ്ണി ജോസഫും പറയുന്നത്. അതുപോലെ തന്നെ വീക്ഷണം MDയും ഈ ഒരു എഡിറ്റോറിയൽ ടീമിനെതിരെ ഒരു നടപടി എടുക്കും, അതിൽ വിശദീകരണം ലഭിച്ചതിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഇതിൽ കോൺഗ്രസിൽ തന്നെ ഒരു വിഭിന്നാഭിപ്രായമുണ്ട്. ഈ വീക്ഷണം എഡിറ്റോറിയൽ വന്നതോടുകൂടി തന്നെ കോൺഗ്രസിൽ ഒരു വിഭിന്നാഭിപ്രായമുണ്ട്. രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അത് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഈ എഡിറ്റോറിയൽ. പക്ഷേ അതൊരു ജാഗ്രത കുറവിന് മൂലം ഉണ്ടായതാണ്, അത് പാർട്ടിയുടെ നിലപാടല്ല എന്നുള്ളതാണ് അതിനുശേഷം നേതാക്കൾ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വീക്ഷണം MDയും പറയുന്നത്. ശരി മേഘന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.